ഈ വാർത്താ ചാനലുകൾ വരുന്നത് 2004-ലാണ്. അതെ. 24/7 വരുന്നത്. ഉം. 24/7 ചാനൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ മുന്നേറ്റമാണ് ഈ VSന് സീറ്റ് നിശ്ചയിച്ചത് 2006-ൽ. അപ്പോൾ ജനങ്ങൾ വഴി ഇറങ്ങുന്ന ഓരോരുത്തരും അവരുടെ വീട്ടിലിരുന്ന് കാണും. അപ്പോൾ അവർക്കൊക്കെ ആവേശം ഉണ്ടാവുക. അതാണ് സത്യത്തിൽ വലിയൊരു മൂവ്മെൻ്റായിട്ട് വരികയും അദ്ദേഹത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി പുള്ളിയെ മുഖ്യമന്ത്രിയാക്കുന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്, വടംവലിയുമുണ്ട്, വിഭാഗീയതയുണ്ട്, മറ്റു പലതുമുണ്ട്. പക്ഷേ VSനെ ആ നിലയിലേക്ക് നായകസ്ഥാനത്തേക്ക് കൊടുത്ത് അതിലും ഈ പറഞ്ഞ പോലെ TV ചാനലുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2004 തൊട്ട് 2006 വരെയുള്ള പുള്ളിയുടെ എല്ലാ മൂവ്മെൻറ്റ്സും എല്ലാ പ്രസ്താവനകളും ആളുകൾ വീട്ടിൽ നിന്ന് നേരിട്ട് കാണുകയാണ്. എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ, ഈ പുള്ളി എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്തു, ഈ ഒരു വലിയ കേരള കോൺഗ്രസ് കുടുംബക്കാരനാണ്, പാലക്കാരൻ. എല്ലാ തെരഞ്ഞെടുപ്പിനും പുള്ളിയുടെ വീട്ടുകാർ UDFന് വെച്ച്, കൈപ്പത്തിക്ക് വെച്ച്, വയസ്സായ അമ്മ വോട്ട് ചെയ്യാൻ പോയിട്ട് ഓപ്പൺ വോട്ടാണ്. ഈ അമ്മയ്ക്ക് കണ്ണ് കാണാൻ വയ്യ. ആ അമ്മച്ചി ഈ ഓപ്പൺ വോട്ട് ആർക്കാ ചെയ്യേണ്ടത് എന്ന് ഈ പോളിംഗ് ഓഫീസർ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ ആ TV-യിൽ വരുന്ന ഒരു ജുബാക്കാരനുണ്ടല്ലോ അയാളുടെ പാർട്ടി. മനസ്സിലായി? എത്രയോ വയസ്സുള്ള ഒരു അമ്മച്ചി, പാലക്കാരിയായ ഒരു ക്രിസ്ത്യാനി സ്ത്രീ. അവർ ജനിച്ച പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് തന്നില്ല. അപ്പോഴും ഇത് കമ്മ്യൂണിസ്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ആ ജുബാക്കാരനുണ്ട്, അത് എൻ്റെ പാർട്ടിക്ക്. അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന കോൺഗ്രസ്സുകാർ അവരുടെ മുഖം വല്ലാണ്ടായി എന്നൊരു വക്കീൽ എന്നോട് പറഞ്ഞു. അത് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് അതെ, ഇതായിരുന്നു VS. അപ്പോൾ VSൻ്റെ ഒരു ജനകീയമായ അംഗീകാരം എന്ന് പറയുന്നത്